ഹായ് ഫ്രണ്ട്സ്, ദ ലേഡി വിത്ത് ലാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അസസ്മെൻറ്റ് സ്റ്റേഷനെ പറ്റിയാണ്. ഈ അസസ്മെൻറ്റ് സ്റ്റേഷൻ എങ്ങനെ സിമ്പിളായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാകുമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഓൺലൈൻ ട്രെയിനിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇവിടെ നോർത്തേൺ ഐലൻഡിൽ ബെൽഫാസ്റ്റിൽ അങ്ങനെ ഒരു പ്രൈവറ്റ് ട്രെയിനറെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും തന്നെ ലണ്ടനിൽ പോയി 800 പൗണ്ട് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ പേയ്മെൻ്റ് ആണത്. അതുപോലെ ഫ്ലൈറ്റ് ചാർജ്, പിന്നെ ഹോട്ടലിൻ്റെ ചാർജ്, ഇതെല്ലാം കൊടുത്ത് നല്ല എക്സ്പെൻസാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം ഓൺലൈൻ ട്രെയിനിങ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ട്രെയിനറെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറയും, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ ഇനി എന്തായാലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓസ്കി പാസ്സായി. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ച കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അസസ്മെൻറ്റ് സെഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മൈൻഡിൽ വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഇത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എല്ലാവരും തന്നെ നേഴ്സസാണ്. വൈറ്റൽ സയൻസ് എങ്ങനെ എടുക്കാമെന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇവർ കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരില്ല അല്ലെങ്കിൽ. അപ്പോൾ ഇത് വീഡിയോ ഒത്തിരി ലെങ്തി ആവാതിരിക്കും. ഞാൻ ഇതിന് 3 തിരിച്ചിട്ടുണ്ട്, കാരണം ഒറ്റ വീഡിയോ തന്നെ ഇത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രീ ചെക്ക് ആണ് ഫസ്റ്റ് വരുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൊസീജിയർ, മൂന്നാമത്തത് പോസ്റ്റ് പ്രൊസീജിയർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രീ ചെക്കിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെ പ്രീ ചെക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീ ചെക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അസസ്സർ സിനാരിയോ പേപ്പർ തരുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്ത് അവിടെ ഇരിക്കുന്ന എക്യുപ്മെൻ്റ് ഒന്ന് പരിചയപ്പെടാൻ പറയും. നമ്മൾ പോയിട്ട് ബി പി അപ്പാരറ്റസ്, പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ ഒന്ന് പോയി നോക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ചുറ്റും കണ്ടുപിടിക്കുക. ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ എപ്പോഴും റിയൽ ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ഒരു മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബ്രോങ്കിയൽ അസ്തമ കേസൊക്കെ ആണെങ്കിൽ നല്ല വലിവൊക്കെ ആയിട്ട് നല്ലതായിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പോൾ ഒരു റിയൽ ആയിട്ട് അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് സിമ്പിളായിട്ട് അവർ നടന്നു പോകണമാണോ ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മൾ സിനാരിയോ പേപ്പർ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെല്ലാമാണ് നോക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 3 പേപ്പറാണ് അസസ്മെൻറ്റിന് നമ്മുടെ കയ്യിൽ തരുന്നത്. ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ നോക്കേണ്ട കാര്യം സെറ്റിംഗ് ഏതാണെന്നാണ്. സെറ്റിംഗ്. അപ്പോൾ സെറ്റിങ്ങിൽ നമ്മൾ ഏതാണ് സെറ്റിംഗ് നോക്കുക. കമ്മ്യൂണിറ്റി സെറ്റിംഗ് ആണോ, ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണോ, കെയർ ഹോം സെറ്റിംഗ് ആണോ എന്ന് നോക്കി വയ്ക്കുക. രണ്ടാമത് നോക്കേണ്ടത് നമ്മൾ ഏത് ചാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ന്യൂസ് ചാർട്ട് മാത്രമാണോ, അതല്ല ന്യൂസ് ചാർട്ട് പ്ലസ് മസ്റ്റ് ആണോ, ന്യൂസ് ചാർട്ട് പ്ലസ് 6 സിറ്റ് ആണോ, ന്യൂസ് ചാർട്ട് പ്ലസ് PHQ-9 ആണോ, അതോ GCS ആണോ, ഇതൊന്ന് നോക്കി വയ്ക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ടൈമും ഡേറ്റും ആണ്. നമ്മൾക്ക് അസസ്മെൻറ്റ് സെഷനിൽ ഗ്രീൻ പെന്നാണ് തരുന്നത്. ഈ 3 കാര്യങ്ങളൊന്ന് റൗണ്ട് ചെയ്യാൻ നോക്കുക. സെറ്റിങ്, ചാർട്ട്, ടൈം. അതിനുശേഷം അടുത്ത പേജിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആണ്. പേഷ്യൻ്റ് ഡീറ്റെയിൽസിൽ പേഷ്യൻ്റെ പേര്, ഹോസ്പിറ്റൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് കണ്ടീഷൻ എന്തായിട്ടാണ് അവർ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഡയഗ്നോസിസ്. അത് വെച്ചാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത്. കെയർ പ്ലാൻ എല്ലാം അത് വെച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേപ്പറിൽ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്, അത് എന്തായിട്ടാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. പിന്നെ അലർജി ഉണ്ട്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഈ അസസ്മെൻറ്റിൻ്റെ ഈ പേപ്പർ ഒത്തിരി നിങ്ങൾ ടൈമും കളഞ്ഞ് വായിക്കാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത്തെ പേപ്പർ റഫ് പേപ്പറാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾ എടുക്കുന്ന വൈറ്റൽ സയൻസ് എല്ലാം അതിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, മറന്നു പോകുമല്ലോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ മറക്കാതിരിക്കാൻ പൾസ് എടുത്തു അപ്പം തന്നെ. ഇപ്പോൾ 68 എക്സാമ്പിൾ 68 എന്ന് അതിൽ എഴുതി വയ്ക്കുക. റെസ്പിറേഷൻ 22 ആണെങ്കിൽ 22 എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. നമ്മൾ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറിൽ നോക്കിയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം മറക്കാതെ തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിനാരിയോ പേപ്പർ കയ്യിൽ തന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കി അതിനുശേഷം പേഷ്യൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഒത്തിരി വലിയ റൂമൊന്നും ആയിരിക്കില്ല, ചെറിയ. ഇപ്പോൾ അൾസർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ചെറിയൊരു റൂമാണ്. അവിടെ കാർഡിയക് ടേബിൾ എൻ്റെ ഇത് വെച്ചിട്ട് ഒരു പേഷ്യൻ്റ് ഇരിക്കുമായിരുന്നു അവിടെ. കാരണം ബ്രോങ്കിയൽ അസ്തമയാണ് എനിക്ക് കേസ് കിട്ടിയത്.
ഓക്കെ, നമ്മളപ്പോൾ സിനാരിയോ പേപ്പർ കയ്യിലെടുത്തു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി കാർഡിയേറ്റ് ടേബിളിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് പുറകോട്ട് വന്നിട്ട്, അപ്പോൾ അവർ ടൈമർ അപ്പോഴത്തേക്ക് ഓൺ ചെയ്തു. സിനാരിയോ പേപ്പർ നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അവർ ടൈമർ ഓണാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം സ്റ്റാർട്ടായി. അപ്പോൾ ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചുറ്റും കണ്ടുപിടിച്ചിട്ട് പറയാം സീൻ ഈസ് സേഫ് ടു എൻറ്റർ എന്ന് പറയും. എന്ന് പറയുമ്പോൾ ചുമ്മാ സീൻ ഈസ് സേഫ് ടു എൻറ്റർ, ദർ ഈസ് നോ ഹാം ഫോർ മീ ആൻഡ് മൈ പേഷ്യൻ്റ് എന്ന് പറയരുത്. എല്ലായിടത്തും ഒന്ന് നോക്കുക, എവിടെയെങ്കിലൊക്കെ ട്രാപ്പ് വെച്ചിട്ടുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്കാണ്, ഞാൻ ആ പേഷ്യൻ്റ് ഇരിക്കുന്നത് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് എണീറ്റ് കഴിയുമ്പോൾ അതിൽ തട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് എടുത്തിട്ട് ഞാനിതും കൂടെ മാറ്റി വെച്ചോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. അതുപോലെ ചിലർക്ക് കിട്ടുന്ന സിഗരറ്റ് ലാമ്പായിരിക്കും, അതെടുത്ത് നമ്മൾ കബോർഡിൽ വെച്ച് സേഫായിട്ട് വെക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ NPO പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നീ പറയാം, നമ്മൾ അത് നീ NPO ആണ്, നിനക്കിപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, സോ അതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെ ട്രാപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക, ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ സീൻ ഈസ് സേഫ് ടു എൻറ്റർ, ദർ ഈസ് നോ ഹാം ഫോർ മീ ആൻഡ് മൈ പേഷ്യൻ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പ്രൈവസി മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കർട്ടനുള്ള ബേകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പുള്ള് ചെയ്യാൻ നോക്കുക. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു പുൾ ദ കർട്ടൻ ടു പ്രൊവൈഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് കർട്ടൻ പുള്ള് ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് കർട്ടൻ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കർട്ടനിൽ തൊട്ടു നമ്മുടെ കൈ അടുക്കായി, അത് മൈൻഡ് വയ്ക്കുക. നമ്മൾ ഹാൻഡ് ഹൈജീനാണ്. അക്കോർഡിംഗ് ടു WHO ഗൈഡ് ലൈൻ 7 സ്റ്റെപ്പാണുള്ളത്. നമ്മൾ ഒത്തിരി കടുകട്ടിയുള്ള വാക്കൊന്നും അതിൽ ഉപയോഗിക്കേണ്ടതല്ല, സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഹാൻഡ് ഹൈജീൻ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഹാൻഡ് ഹൈജീൻ ഒന്നും അവർ അത്ര മൈൻഡ് വയ്ക്കത്തില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഹാൻഡ് ഹൈജീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. പാം ടു പാം, ബാക്ക് ഓഫ് ദ പാംസ്, ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്, ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്, റൊട്ടേഷൻ ഓഫ് ദ തംബ്സ് ബോത്ത് ഹാൻഡ്സ്, rotation of the fingertips both hands, rotation of the wrist both hands. My hands are clean and dry now. Assessor, could you assume my 30 seconds are over? I am happy to proceed എന്ന് പറയാം. 30 seconds നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഡ്രൈ ആവാനായിട്ട് 30 seconds അലോ ചെയ്യണം. അപ്പോൾ നമ്മൾ അസസറിൻ്റെ അടുത്ത് അതൊന്ന് അസ്യൂം ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അസസർ യെസ് പ്രൊസീഡ് നമ്മുടെ അടുത്ത് പറയും. എന്നിട്ട് നമ്മൾ ഈ സിനാരിയോ പേപ്പർ കയ്യിലെടുക്കുന്നു, അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുവാണ് ഫസ്റ്റ് നമ്മൾ ആരാണെന്ന് പറയണം, പിന്നെ പറയേണ്ടത് നമ്മൾ എന്തിനാണ് വന്നതെന്ന് പറയണം. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് കൺസെൻറ്റ് എടുക്കുകയാണ്. ഞാൻ ഇന്ന കാര്യത്തിന് വന്നതാണ്, ഞാനത് ചെയ്തോട്ടെ എന്ന് പേഷ്യൻ്റെ അടുത്ത് കൺസെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഹലോ ഹായ്, ഐ ആം ബിബിൻ, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് യൂണിറ്റ്. ടുഡേ ഐ കെയിം ടു യു ടു ടേക്ക് യുവർ A2E അസസ്മെൻറ്റ്. ഈസ് ദാറ്റ് ഓൾ റൈറ്റ് ഫോർ യു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ എസ് എന്ന് പറയും. അപ്പോൾ അതിൽ 3 കാര്യങ്ങളായി. നമ്മൾ ആരാന്ന് പറഞ്ഞു, എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തോട്ടെ എന്ന് അവരുടെ അടുത്ത് ചോദിച്ചു. 3 കാര്യങ്ങൾ അവിടെ കഴിയും. നെക്സ്റ്റ് പോകുന്ന ID ചെക്കാണ്. ഈ ID ചെക്ക് എന്ന് പറഞ്ഞാൽ 3 point ID ചെക്കാണുള്ളത്. ഫസ്റ്റ് നമ്മൾ ആദ്യം പറയുന്നത് കുഡ് യു ടെൽ മീ യുവർ ഫുൾ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോർ മീ എന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ട് അവരുടെ ID ബാൻഡും നമ്മുടെ കയ്യിലിരിക്കുന്ന സിനാരിയോ പേപ്പറും വെച്ചിട്ട് ചെക്ക് ചെയ്യണം ചെയ്യും. അതാണ് 3 point. 1 അവർ പറയുന്നത് കേട്ടു, 2 നമ്മുടെ കയ്യിലിരിക്കുന്ന സിനാരിയോ പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ID ബാൻഡ് വെച്ച് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 3 എണ്ണമായി. ഓക്കെ, അതിനുശേഷം ഡു യു ഹാവ് എനി അലർജി എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഡു യു ഹാവ് എനി അലർജി ടു മെഡിസിൻ, ഫുഡ് ഓർ ലാറ്റക്സ് എന്നാണ് നമ്മൾ അടുത്ത് ചോദിക്കേണ്ടത്. അപ്പോൾ അവർ ചിലപ്പോൾ യെസ് എന്ന് പറഞ്ഞേക്കാം. യെസ് ഐ ഹാവ് അലർജി ടു പെൻസിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റിയാക്ഷൻ യു ഗെറ്റ് വെൻ യു റിസീവ് ദിസ് മെഡിസിൻ എന്നാണ് അടുത്ത ചോദ്യം. ഈ മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റിയാക്ഷനാണ് ഉണ്ടാവുന്നത് ചോദിക്കുക. അപ്പോൾ റാഷസ് ചിലർ പറയാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് അലർജി ബാൻഡ് ഉണ്ടോ എന്നാണ്. അലർജി ബാൻഡ് ഉണ്ടെങ്കിൽ, റെഡ് കളർ ബാൻഡ് ഉണ്ടെങ്കിൽ ഓക്കെ, അതില്ലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അലർജി ഉണ്ട്, അലർജി ബാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ എന്ന് പറഞ്ഞു പോരുമല്ല, നമ്മൾ പറയേണ്ടത് ഓക്കെ അലർജി ബാൻഡ് ഇല്ല, ഓക്കെ നിനക്ക് അലർജി ബാൻഡ് ഇല്ല, സോ അതുകൊണ്ട് ഞാൻ അലർജി ബാൻഡ് ഇട്ട് തരാമെന്ന് പറയും. നിങ്ങൾ എടുക്കാനൊന്നും പോകണ്ട, പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കണം അത് ഓക്കെ അസസർ കുഡ് യു അസ്യൂം ഐ ഹാവ് ഗീവൺ ദ അലർജി ബാൻഡ് ടു മൈ പേഷ്യൻറ്റ്. അപ്പം അസസർ എന്തായാലും യെസ് എന്ന് പറയും. നമ്മൾ ഉറപ്പ് വരുത്തി ഇത്രയും കാര്യങ്ങൾ. അതിനുശേഷം
നമ്മൾ അവരുടെ അടുത്ത് ആർ യു കംഫർട്ടബിൾ എന്ന് ചോദിക്കുക. ഈ കംഫർട്ടബിൾ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻ കേസ് പെയിൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം തീർന്നു. ആർ യു കംഫർട്ടബിൾ. ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിച്ചാൽ നിങ്ങൾ ടൈം കളയരുത് കേട്ടോ. റീചെക്കിന് ഒരുപാട് സമയമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ഇത്രയും കാര്യം പറയാം. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഗ്രാബ് മൈ ആർട്ടിക്കിൾസ് ടു ചെക്ക് യുവർ വൈറ്റൽ സൈൻസ്. ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഹാവ് എനി കൺസേൺ യു ക്യാൻ കോൾ മീ ഓർ ബസർ മീ എന്ന് പറഞ്ഞിട്ട് ഈ ബസർ എടുത്ത് അവരുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുത്തിട്ട് പോവുക. അത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നു. വീണ്ടും ഹാൻഡ് ഹൈജീൻ ചെയ്തിട്ട് നിങ്ങൾ ആർട്ടിക്കിൾസ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, ബൈ.